തന്നെ അകാലത്ത് വിട്ടുപിരിഞ്ഞ തൻ്റെ മകളുടെ പേര് താൻ പിന്നീട് നിർമ്മിച്ച കമ്പനിയുടെ ബ്രാൻഡ് നെയിമിന് നൽകുകയും ആ ബ്രാൻഡ് പിന്നീട് ഇന്ത്യയിലെ തന്നെ ഒരു ഐക്കോണിക് ബ്രാൻഡായി മാറുകയും ചെയ്ത ഒരു കമ്പനിയുടെ കഥയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 7ാമത്തെ വയസ്സിൽ മരിച്ചുപോയ തൻ്റെ മകളായ നിരുപമയുടെ പേരുമായി സാമ്യമുള്ള നിർമ്മ എന്ന പേരാണ് കർസൻഭായ് പട്ടേൽ പിന്നീട് ഒരു ഡിറ്റർജൻറ്റ് ബ്രാൻഡ് നിർമ്മിച്ചപ്പോൾ അതിന് നൽകിയത്. 1960കളിലാണ് കർസൻഭായ് പട്ടേൽ തൻ്റെ അഹമ്മദാബാദിലെ ബാക്ക് യാർഡിൽ ഈ ഒരു ഡിറ്റർജൻറ്റ് ബ്രാൻഡ് സ്ഥാപിച്ചത്. മറ്റു ബ്രാൻഡുകൾ ഓരോ പാക്കറ്റിനും 12-13 രൂപ റേറ്റിൽ വിറ്റപ്പോൾ ഇവർ വെറും 3 രൂപയ്ക്ക് ഒരു പാക്കറ്റ് വിറ്റാണ് മാർക്കറ്റിൽ പിടിച്ചെടുത്തത്. ആദ്യകാലത്ത് ഇദ്ദേഹം സ്വന്തം സൈക്കിളിൽ വീടുകളിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ലോ പ്രൈസിൽ അവർ ബ്രാൻഡ് ഇറക്കിയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഈ ഒരു പ്രൊഡക്റ്റ് സ്ഥാനം പിടിച്ചു. പിന്നീട് ഇവരുടെ പരസ്യവും ഈ ഒരു ബ്രാൻഡിനെ കൂടുതൽ പോപ്പുലറാക്കി. വാഷിംഗ് പൗഡർ നിർമ്മ എന്ന ഈ ഒരു പരസ്യം നമ്മൾ അധികം പേര് മറന്നിരിക്കാൻ ഒരു ചാൻസും ഇല്ല. ഒരൊറ്റ വ്യക്തി ചെറിയൊരു തുക കൊണ്ട് തുടങ്ങി ഈ ഒരു കമ്പനി 5000 കോടിയുടെ എംപയറാണെന്ന്. സർഫ് പോലുള്ള ആഗോള ഭീമന്മാരെ തുരത്താൻ വേണ്ടി വളരെ കുറഞ്ഞ തുകയ്ക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്ത ഒരു കഥയാണ് നിർമ്മയുടേത്. പക്ഷെ പിന്നീട് നിർമ്മ വാഷിംഗ് പൗഡർ മാത്രം ഒതുങ്ങിയില്ല. സോപ്പ്, ടൂത്ത് പേസ്റ്റ്, കോസ്മെറ്റിക്സ് പോലുള്ള കൺസ്യൂമർ പ്രൊഡക്റ്റുകളും ഈവൻ സിമെൻറ്റ് പോലും ഇവർ വിൽക്കുന്നുണ്ട് ഭാവിയിൽ. ഈ ഒരു ബ്രാൻഡിന് പിന്നിലുള്ള കർസൻഭായ് പട്ടേൽ 2010 പത്മശ്രീ അവാർഡ് നേടുകയുണ്ടായി. ഇവരുടെ ഡിറ്റർജൻറ്റ് ബ്രാൻഡ് പിന്നീട് അല്പം നിറമങ്ങിയെങ്കിലും അവരുടെ മറ്റു പല പ്രൊഡക്റ്റുകളും ഇന്നും മാർക്കറ്റിൽ വലിയ സ്ഥാനമുണ്ട്. അവരുടെ സിമെൻറ്റ് ബിസിനസ് നുവോക്ക വിസ്റ്റാസ് ഇന്ന് ഇന്ത്യയിലെ 5ാമത്തെ വലിയ സിമെൻറ്റ് പ്ലെയറാണ്. അതുകൂടാതെ നിർമ്മ യൂണിവേഴ്സിറ്റി വഴി എഡ്യൂക്കേഷനിലും അവർക്ക് അവരുടേതായ സ്ഥാനമുണ്ട്. HULൻ്റെ സർഫ് എക്സലും P&Gയുടെ ടൈഡും ഇവരൊക്കെ വില കൂടിയ പ്രൊഡക്റ്റുകൾ ഇറക്കിയപ്പോൾ അവരുടെ പകുതിയിൽ കുറഞ്ഞ വിലക്ക് വിറ്റിരുന്ന നിർമ്മ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ വളരെ പെട്ടെന്ന് സ്ഥാനം നേടിയിരുന്നു ആദ്യകാലത്ത്. പക്ഷെ പിന്നീട് ഈ ആഗോള ഭീമന്മാരും ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഇറക്കിയതോടെ ഇവരുടെ ഒരു സ്ഥാനം പിന്നീട് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. നമ്മൾ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ താഴെ ചെറിയ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്.